മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെല്ലിക്കുത്ത് നമുക്കിടയിൽ തന്നെ ഒരുപാട് പേർക്ക് കാണപ്പെടുന്ന ഒരു തരം തലവേദനയാണ്. തലവേദനയോട് കൂടി തന്നെ നല്ല ലൈറ്റിനോടോ സൗണ്ട്സിനോടോ ഒക്കെ സെൻസിറ്റിവിറ്റി ഉണ്ടാവുകയും ഓക്കാനവും ഛർദിയും ഒക്കെ മൈഗ്രെയിന്റെ ഭാഗമാണ്. നല്ല ലൈറ്റ്, നല്ല സൗണ്ട്, സ്ട്രെസ്, കൃത്യമായിട്ടുള്ള ഉറക്കമില്ലായ്മ, കാലാവസ്ഥയിലുള്ള മാറ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ വരുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണപ്പെടുന്ന മൈഗ്രെയിന്റെ ട്രിഗേഴ്സ്. സാധാരണ മൈഗ്രെയിന് ക്ലാസിക്കലായിട്ട് 4 ഫേസ് ആണുള്ളത്. ഒന്നാമത്തേത് പ്രിഡോർമൽ ഫേസ് ആണ്. ഈ പ്രിഡോർമൽ ഫേസിൽ നമ്മുടെ മൂഡ് ചേഞ്ച് ആവുക, നല്ലവണ്ണം കോട്ടുവായിടുക, ക്ഷീണം ഉണ്ടാവുക, കഴുത്തിനൊക്കെ ഒരു ഡിസ്കംഫേർട്ട് തോന്നുക പോലത്തതൊക്കെ കാണാം. രണ്ടാമത്തെ നമ്മൾ ഓറ എന്നൊക്കെ വിളിക്കുന്ന ഫേസ് ആണ്. നമുക്ക് ഹെഡേക്ക് ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഫേസ് ആണ് ഓറ ഫേസ്. ഇതിൽ നമ്മുടെ കാഴ്ചയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ കാഴ്ച ചിലപ്പോൾ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി മങ്ങിപ്പോയേക്കാം. ഈ ഓറ ഫേസിന് ശേഷമാണ് തലവേദനയുടെ ഫേസ് വരുന്നത്. അതാണ് ഹെഡേക്ക് ഫേസ്. ഹെഡേക്ക് ഫേസിൽ തലവേദനയുടെ കൂടെ തന്നെ വലിയ ശബ്ദം കേൾക്കാനും നല്ല ലൈറ്റിലേക്ക് നോക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഓക്കാനവും ഛർദിയും ഒക്കെ വരാം. ഈ ഫേസ് ഒരു 72 മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കാം. നാലാമത്തെ ഫേസ് പോസ്റ്റ് ഡ്രോം ഫേസ് ആണ്. മസിൽ വീക്ക്നെസ്സും ക്ഷീണവും ഒക്കെയാണ് ഈ ഒരു ഫേസിൽ നമുക്ക് കാണപ്പെടുക. ചില ആളുകൾ ഓറോ ഫേസ് ഒന്നും കാണുകയില്ല, ഡയറക്റ്റ് തലവേദനയായിട്ട് ഹെഡേക്ക് ഫേസ് ആയിരിക്കും കാണുക. മൈഗ്രെയിൻ കോസ് ചെയ്യുന്ന ട്രിഗേഴ്സിനെയൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക, പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ കൊണ്ടുവരിക, ആൽക്കഹോൾ, കഫിൻ പോലത്തെ ട്രിഗേഴ്സ് ഒക്കെ ഒഴിവാക്കുക. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്ട്രെസ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.